ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 66. നമ്മെ ഞെട്ടിക്കുന്ന, അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് അനനിയാസ് സഫീറ ദമ്പതികളുടെ മരണം. സ്ലേഹന്മാരുടെ നടപടി പുസ്തകം 5-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിൽ യഹോവ സാക്ഷികൾക്കെതിരെയുള്ള ഒരു വചനം കൂടിയാണിത്. അത് നിങ്ങൾ മനസ്സിരുത്തി കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ അനനിയാസ് എന്ന പേരുള്ള ഒരു പുരുഷനും അവന്റെ ഭാര്യയായ സഫീറായും കൂടെ തങ്ങളുടെ ഒരു പറമ്പ് വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയുടെ കുറെ ഭാഗം മാറ്റിവെച്ച് ബാക്കി ഒരംശം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, അനനിയാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും പറമ്പിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്തുകൊണ്ട്? അത് വിൽക്കും മുമ്പ് നിന്റേതായിരുന്നില്ലേ? വിറ്റ് കിട്ടിയതും നിന്റെ കൈവശമായിരുന്നില്ലേ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടാണ് നീ വ്യാജം കാണിച്ചത്. ഈ വാക്ക് കേട്ടിട്ട് അനനിയാസ് വീണ് പ്രാണൻ വെടിഞ്ഞു. ഇത് കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. ചെറുപ്പക്കാർ എഴുന്നേറ്റ് അവനെ ശീലയിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട് പറഞ്ഞു, ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത്? എന്നോട് പറയാ. അവൾ പറഞ്ഞു, അതെ, ഈ തുകയ്ക്ക് തന്നെ. പത്രോസ് അവളോട് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? നോക്കൂ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാലുകൾ വാതിൽക്കലുണ്ട്. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണൻ വെടിഞ്ഞു. ചെറുപ്പക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു കിടക്കുന്നത് കണ്ട് അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാം മഹാഭയം ഉണ്ടായി. ഈ അവസാനത്തെ വചനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ മൊത്തത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അമ്പരപ്പിക്കും ഞെട്ടിക്കും ചെയ്യുന്ന ഒരു സംഭവമാണ്. വാസ്തവത്തിൽ എന്താണ് ഇതിന്റെ സന്ദേശം? പരിശുദ്ധാത്മാവിനോട് തെറ്റ് ചെയ്താൽ അത് വളരെ ഗൗരവമാണ്. കർത്താവ് ഈശോ മിശിഹാ അത് പറഞ്ഞിട്ടുണ്ട്. യെരൂശലേമെ ആദിമ ക്രൈസ്തവ സമുദായത്തിന്റെ ജീവിത രീതിയുടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 2-ാമത്തെ അധ്യായം 45-ലും 4-ാമത്തെ അധ്യായം 32 മുതൽ 37 ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിന് കടകവിരുദ്ധമായ നിലപാടാണ് അനനിയാസും അയാളുടെ ഭാര്യ സഫീറയും സ്വീകരിച്ചത്. മിക്ക വിശ്വാസികളും പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി തങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ 4:31 പറഞ്ഞിട്ടുണ്ട്, ഈ ദമ്പതികള് സാത്താന് വേണ്ടിയാണ് തങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചത്. 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടു. അത് പണത്തിന്റെ കുറെ ഭാഗം മാറ്റിവെക്കുകയും മാറ്റിവെച്ചിട്ടില്ലെന്ന മട്ടിൽ, എല്ലാം സമർപ്പിച്ചുവെന്ന മട്ടിൽ പെരുമാറി വഞ്ചന കാണിക്കുകയും ചെയ്തതാണ് അവരുടെ പാപം. കുറച്ചവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ വിരോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, ബാക്കിയാണിത്. ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇത് മുഴുവനും ഉണ്ടെന്ന് അഭിനയിക്കുകയും എന്നാൽ കുറച്ച് മാറ്റിവെക്കുകയും ചെയ്തു. കുറെ ഭാഗം മാറ്റിവെച്ചെന്നാണ്, നൊസ്ഫിക്സോ എന്നാണ് അതിന്റെ ഗ്രീക്ക്, നൊസ്ഫിക്സോ. ഇതേ വാക്കാണ് പഴയ നിയമത്തില് ആഹാന്റെ പാപം വർണ്ണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സെപ്റ്റജിന്റില് യെശുവായുടെ ഗ്രന്ഥം ജോഷുവ 7:1 വ്യാജമായി പണം കൈപ്പറ്റുക എന്നാണ് ഒരർത്ഥം. വ്യാജമായി പണം കൈപ്പറ്റുക, അല്ലെങ്കിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അപഹരിക്കുക, അല്പാൽപ്പം മോഷ്ടിക്കുക, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണുള്ളത്. സൂത്രത്തിൽ കട്ടെടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഈ കുറെ ഭാഗം മാറ്റിവെച്ചതിന് ഉള്ള അർത്ഥങ്ങളാ പറഞ്ഞത്. വ്യാജമായി പണം കൈപ്പറ്റുക, വിശ്വസിച്ചേൽപ്പിച്ചത് അപഹരിക്കുക, അല്പാൽപ്പം മോഷ്ടിക്കുക, സൂത്രത്തിൽ കട്ടെടുക്കുക എന്നെല്ലാം അർത്ഥം. എല്ലാം ദൈവത്തിന് കൊടുക്കുന്നുവെന്ന വ്യാജേന കുറെയെല്ലാം തങ്ങൾക്കായി വസൂലാക്കി. അതാണ് പ്രശ്നം. അതിനെ പത്രോസ് എങ്ങനെ വ്യാഖ്യാനിച്ചത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, നീ കർത്താവിനോട് വ്യാജം കാണിച്ചു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാന്ന് പറഞ്ഞിട്ട് കർത്താവും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന്. പരിശുദ്ധാത്മാവ് വെറും ശക്തിയല്ലെന്നും ആള് ആണെന്നും പത്രോസ് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത് ദൈവത്തോട് വ്യാജം കാണിക്കാൻ തുല്യമാണെന്നും പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, നുണ പറഞ്ഞ്
പരിശുദ്ധാത്മാനെ ചതിക്കാമെന്നാണോ അനനിയാസ് കരുതിയത്? പരിശുദ്ധാത്മാനെ വേദനിപ്പിക്കരുതെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് എഫെസ്യ ലേഖനം 4:31. അതായത് പരിശുദ്ധാത്മാവ് വെറും ശക്തിയല്ല, പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളാണ്. അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിക്കാൻ പറ്റുമോ? ആളല്ലാത്ത ഒരാളെ വേദനിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുക, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരാളാണ്. യഹോവ സാക്ഷികൾ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ആളല്ലെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ് എന്നും പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെന്നും മറ്റൊരു സൂചന നൽകുകയാണ് പത്രോസ് ഇവിടെ. അതിനാൽ ഈ തിരുവചനങ്ങളൊക്കെ വെളിച്ചത്തില് ഏകസത്യദൈവമായ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ദൈവിക ആളാണ് പരിശുദ്ധാത്മാവ് എന്നും ദൈവത്വത്തിൽ പിതാവിനോടും പുത്രനും തുല്യനാണെന്നും AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സൂര്യോദോസ് പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാൻ ദൈവമായി ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്നും ആ സൂര്യോദോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതവനം 255 266 നമുക്ക് വായിച്ചു നോക്കാം. ഈ പത്രോസ്, അനനിയാസ്, സഫീർ എന്നിവർ പറയാണ് സാത്താൻ ഇല്ലേ, നിങ്ങൾ എങ്ങനെയാണ് സാത്താന് ഹൃദയം തുറന്നു കൊടുത്തേ? ഈ അനന്യാസ്, സഫീറ എന്നിവരിലൂടെ സാത്താൻ പരിശുദ്ധാത്മാവോട് മത്സരിക്കാൻ പ്രത്യക്ഷപ്പെടുന്നെന്നാണ് പത്രോസ് പറഞ്ഞത്. യേശുവിന്റെ കാലയളവിൽ പ്രത്യക്ഷപ്പെട്ട ഈ ശക്തി സഭയുടെ കാലയളവിലും പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് യേശുവിനെ യേശു നയിക്കപ്പെട്ടിരുന്നതും പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. ആ പരിശുദ്ധാത്മാവ് സഭയുടെ കാലയളവിലുണ്ട്. യേശുവിന്റെ കാലയളവിൽ ഉണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവ് സഭയുടെ കാലയളവിലുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെയാണ് ഈ അനനിയാസും സഫീറായും വഞ്ചിക്കാനും ചതിക്കാനൊക്കെ നോക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, അങ്ങനെയെങ്കിൽ യേശു സാത്താനെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നതിന്റെ പൊരുളെന്താണ്? 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. യേശു കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ ഈ ലോകത്തിന് അധികാരി പുറന്തള്ളപ്പെട്ടു. യോഹന്നാൻ 12, 32, 33. എങ്കിലും സാത്താനെ തീർത്തും ഉന്മൂലനം ചെയ്തിട്ടില്ല. തീർത്തും ഉന്മൂലനം ചെയ്ത പിന്നെ മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാകില്ല, മനുഷ്യന് മനുഷ്യനായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഭയുടെ കാലയളവായ 1000 വത്സരത്തെ ഭരണത്തിന്റെ സമാപനത്തിലാണ് സാത്താനെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടുന്നത്. അതായത് പുറന്തള്ളപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സാത്താനെ അഴിച്ചുവിടുന്നത് വെളിപാടിന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ അഴിച്ചുവിടുന്നത് അവൻ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാനാണ്. അതുവരെ സാത്താന് ശക്തിയുണ്ട്, പരിമിതമാണെങ്കിലും ഉണ്ട്. അപ്പൊ യേശു സാത്താനെ പുറന്തള്ളി ബന്ധിച്ചു, പക്ഷെ ഉന്മൂലനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവന് ചെറിയ ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ പണ്ടത്തെ ശക്തി ഇല്ല. അവന് ശക്തി എന്താണ്? നമ്മളോട് പാപം ചെയ്യിക്കുക. പക്ഷെ നമ്മൾ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ആ ശക്തി ഇല്ലാണ്ടായില്ല അവന്. അപ്പൊ പിന്നെ എവിടെയോ സാത്താന് നമ്മുടെ എവിടെ ശക്തി? ഇതാണ് പരിമിതപ്പെടുത്തി എന്ന് പറയണേ. സ്ത്രീയുടെ വിത്തായ മിശിക ആദി സർപ്പത്തിന്റെ തല തകർത്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീയുടെ സന്തതികളായ നമ്മിലൂടെയാണ്, വിശ്വാസികളിലൂടെയാണ്. ഉൽപ്പത്തി 3:15 നമ്മൾ പഠിച്ചിട്ടുണ്ടത്. സ്ത്രീയുടെ വിത്താണ് യേശു. അങ്ങനെയുള്ള ഒരുത്തനേ ഉള്ളൂ സ്ത്രീയുടെ വിത്തായിട്ട്, അവനാണ്. സ്ത്രീയുടെ സന്തതിയാണ് നമ്മളെല്ലാവരും സ്ത്രീകളല്ലേ പ്രസവിച്ചത്. അപ്പോൾ സ്ത്രീയുടെ വിത്തായ യേശു സർപ്പത്തിന്റെ തല തകർത്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീയുടെ സന്തതികളായ നമ്മിലൂടെയാണ്. ഇതാണ് 2ാമത്തെ കാര്യം. 3, ഇതുകൊണ്ടാണ് മനുഷ്യര് ക്രിസ്തുവിലേക്ക് മാമദിസിൽ ഒട്ടിച്ചു ചേർക്കപ്പെടണമെന്ന് പറയുന്നേ. സ്ത്രീയുടെ സന്തതിയായ വിത്തായ അവനോട് കൂടി ചേർന്ന് നിന്നാലേ സാത്താന്റെ തല തകർക്കാൻ പറ്റൂ. അതുകൊണ്ട് നാം ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടണം. ഈ 3 കാര്യങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. 5:4 പത്രോസ് ചോദിക്കുകയാണ്, ഈ നിന്റെ കൈവശമായിരുന്നില്ലേ ഈ സ്വത്ത്? വിറ്റ് കിട്ടിയ തുക നിന്റെ കൈവശമായിരുന്നില്ലേ? അതായത് സ്ലീഹന്മാരുടെ ധനശേഖരത്തിലേക്ക് സംഭാവന കൊടുക്കാൻ ആരും നിർബന്ധിച്ചിരുന്നില്ല. സ്വയമേവ സന്മനസ്സോടെ ചെയ്യേണ്ടതായിരുന്നു ഈ സംഭാവന കൊടുക്കല്. അതിനാൽ പറമ്പന്റെ പണം മുഴുവനുമായോ അതിലൊരു ഭാഗമോ അവർക്ക് തങ്ങളുടെ കൈവശം വെക്കാമായിരുന്നു. പിന്നെ എന്താണ് അവരുടെ പാപം? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തങ്ങൾ സത്യസന്ധരാണെന്നും ഔദാര്യമുള്ളവരാണെന്നും തങ്ങളുടെ പറമ്പ് വിറ്റ് കിട്ടിയ പണം മുഴുവനും ഇവിടെ ഉണ്ടെന്നും സമർപ്പിച്ചുവെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. തീർത്തും കപടനാട്യം. എന്തിനാണ് അവർ നുണ പറഞ്ഞത്? ഖുംറാനിലെ എസ്എൻ സമുദായത്തിൽ എന്ന പോലെ എല്ലാം ഉപേക്ഷിച്ചൊരു സമൂഹം ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അതിൽ അംഗങ്ങളാകാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കണേ. പിന്നീട് കത്തോലിക്ക സഭയിൽ രൂപപ്പെട്ട സന്യാസത്തിന്റെ ഒരു പ്രാക്രൂപമായിരുന്നു ഈ ജിതേന്ദ്രിയരുടെ ഈ സമൂഹം. കഠിന വ്രതമായിരുന്നു അവരുടെ മുഖമുദ്ര. അതിലൊരു അംഗമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. സന്യാസത്തിൽ പോയിട്ടും
ഈ സ്വകാര്യ സ്വത്തിന് ഉള്ള അമിതമായ ആഗ്രഹം ഉണ്ടായാൽ ഈ പറഞ്ഞ അനനിയാസ് സഫീറ പോലെയാകും. നിങ്ങളുടെ ആയിരുന്നില്ലേ സ്വത്ത്? വിറ്റ് കിട്ടിയപ്പോൾ നിങ്ങളുടെ ആയിരുന്നില്ലേ? പിന്നെ എന്തിനാ ഈ പരിശുദ്ധാത്മാവൻ പറ്റിക്കാൻ നടക്കണമെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കത് അനുഭവിക്കാമായിരുന്നു. ഞങ്ങൾ അനുഭവിക്കുന്നില്ല, എല്ലാം കൊണ്ടുവന്നു എന്ന് സഭയുടെ മുമ്പിൽ പറയുകയും എന്നാൽ അനുഭവിക്കാൻ വേണ്ടി കുറെ മാറ്റിവെക്കുകയും ചെയ്യാം. അത് വേണ്ടിയിരുന്നില്ല. പരിശുദ്ധാത്മാവൻ വ്യാജം ചെയ്യുന്നത് ദൈവത്തോട് വ്യാജം ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പഠിപ്പിച്ചത്. നീ ദൈവത്തോടാണ് വ്യാജം ചെയ്തത്. പരിശുദ്ധാത്മാവും ദൈവപിതാവും തുല്യ ദൈവിക ആളാണെന്ന് അവിടെ പഠിപ്പിച്ചിരിക്കുക. നീ ദൈവത്തോടാണ് വ്യാജം ചെയ്തത്. പരിശുദ്ധാത്മാവോട് വ്യാജം ചെയ്തപ്പോൾ ദൈവത്തോടാണ് വ്യാജം. ദൈവവും പരിശുദ്ധാത്മാവും തുല്യരാണെന്ന് സൂചന. യഹോവ സാക്ഷികൾ ഇത് കേൾക്കണം കേട്ടോ. ഈശോ ദൈവമാണെന്ന് എവരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കുന്നവര്. നിങ്ങളൊക്കെ എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 6 മുതലൊന്ന് വായിച്ചു നോക്കിയേ. പുത്രൻ തമ്പുരാൻ അല്ല ദൈവപിതാവ് പുത്രൻ തമ്പുരാൻ ദൈവമേ എത്ര വച്ച വിളിച്ചിരിക്കുന്നത്? യഹോവ സാക്ഷികളുടെ ബൈബിളില് ഹെബ്രായ ലേഖനം ഇല്ലേ? ഹെബ്രായ ലേഖനം ഉണ്ടെങ്കിൽ 1-ാമത്തെ അധ്യായം 6 മുതലൊന്ന് വായിച്ചു നോക്കൂ. യഹോവ സാക്ഷികളെ, ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ എത്ര പ്രാവശ്യമാണ് ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത്? എന്നിട്ട് നിങ്ങളെ വായ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനെതിരെ തെറ്റ് ചെയ്യാനായിട്ട് വരുന്നത്? ഈശോയെ ദൈവമായിട്ട് ആരും വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് ഒരു തോമാസിലേക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞതാണ്, അന്താളിച്ച് പറഞ്ഞതാണ്, അല്ലാതെ ഈശോ ദൈവമാണെന്ന് വിച്ഛേദിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ വ്യാജം പറയാൻ, പരിശുദ്ധാത്മാവിന് വ്യാജം പറയാൻ യഹോവ സാക്ഷികളെ നിങ്ങൾ ആരാണ് പ്രേരിപ്പിച്ചത്? പരിശുദ്ധാത്മാവിന് ഹൃദയം തുറക്കുന്നതിന് പകരം സാത്താന് നിങ്ങളെ ഹൃദയം തുറന്നു വെച്ചിരിക്കുന്ന എന്തിന്? അനനിയാസും സഫീറായും പോലെ നിങ്ങളും ഈ രണ്ടാമത്തെ മരണത്തിലേക്ക് പോകണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.